അപ്പൊ നമ്മുടെ വീട്ടിൽ സലാമത്തുണ്ടാവണം, ബറക്കത്തുണ്ടാവണം. അതിന് സൂറത്തുൽ വാഖിഅ മുടങ്ങാതെ നമ്മൾ ദിവസവും വീട്ടിൽ ഓതിയാൽ വലിയ ബറക്കത്തുണ്ടാകും. പ്രത്യേകിച്ച് ഇനി നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കണേ, ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള ആ ഒരു ടൈം, അത് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ബറക്കത്ത് കൊണ്ടുവരാൻ, സമാധാനം കൊണ്ടുവരാൻ, ഐശ്വര്യം കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടത്. ഒന്ന്, ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള ടൈം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ടൈമാണല്ലോ. പ്രത്യേകിച്ച് മഗ്‌രിബ് നമസ്കാരവും ഇശാ നമസ്കാരവും ഖളാ ആക്കുന്നവർ ഏതൊക്കെ വീട്ടിലുണ്ടോ ആ വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യവും ഒരു സമാധാനമില്ലായ്മയും ഉണ്ടാകുമെന്ന് മഹത്തുക്കൾ പറയുകയാണ്. മഗ്‌രിബ് നമസ്കാരം ഇപ്പൊ ഈ 5 വഖത്ത് നമസ്കാരങ്ങളിൽ ആളുകൾ ഏറ്റവും കൂടുതൽ പള്ളികളിലൊക്കെ നോക്കുക ഭയങ്കര തിരക്കുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് മഗ്‌രിബ് നിസ്കാരമാണ്. എല്ലാവരും നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണ്. മുടങ്ങ ചിലപ്പോൾ സുബഹിയൊക്കെ പലപ്പോഴും പല ആളുകൾക്കും കളായി പോകും. അസ്ർ നിസ്കാരം പലരും നിസ്കരിക്കാറ് പോലും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ ഏറ്റവും പുണ്യമുള്ള നിസ്കാരമാണ്. പക്ഷെ മഗ്‌രിബ് ആകുമ്പോൾ എല്ലാവരും പള്ളിയിലേക്ക് ആണുങ്ങളൊക്കെ വരാറുണ്ട്. ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക, മഗ്‌രിബ് നമസ്കാരം നിങ്ങൾ വീട്ടിൽ തന്നെ റാഹത്തായിട്ട് കളാ ആക്കാതെ നിസ്കരിക്കണം. ഒരല്പം വൈകിയാലും ഇശാക്ക് മുമ്പ് എന്തായാലും നിങ്ങൾ ആ നിസ്കാരം നിസ്കരിച്ചിരിക്കണം. അല്ലെ, നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടല്ലോ, മഗ്‌രിബിന്റെ സമയം ആ സൂര്യന്റെ ചുവപ്പ്, ആ ഒരു മഞ്ഞ, ആ ചുവപ്പ്, ആ ഒരു കളറ് നമ്മുടെ അസ്തമാന ആ ഒരു സ്ഥലത്ത് നിന്നും മായുന്നതിന് മുമ്പ്, അതായത് ബാങ്ക് വിളിച്ചിട്ട് അധികം താമസിക്കരുത്. പെട്ടെന്ന് തന്നെ ബാങ്ക് വിളിച്ചാൽ മഗ്‌രിബ് ബാങ്ക് വിളിച്ചാൽ ഉടൻ തന്നെ ജോലികളൊക്കെ തൽക്കാലം നിർത്തിവെച്ച് വുളു എടുത്തിട്ട് നല്ലവണ്ണം നിസ്കരിച്ച് 3 റക്അത്ത് മഗ്‌രിബ് നിസ്കാരം റാഹത്തായിട്ട് നിസ്കരിക്കുക. ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്, അതും പറ്റുമെങ്കിൽ നിങ്ങൾ നിസ്കരിക്കുക കേട്ടോ. അപ്പൊ മഗ്‌രിബ് നമസ്കാരം ഖളാ ആക്കിയാൽ ആ വീട്ടിലെ ബറക്കത്തേ പോയി.